നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരെയും ഭയന്നിട്ടല്ല, ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയല്ല എമ്പുരാൻ സിനിമയിൽ കത്തിവെക്കുന്നതെന്ന് മോഹൻലാലും ഗോകുലം ഗോപാലനും പ്രതികരിച്ചിരുന്നല്ലോ. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്, സിനിമയിലെ ചില ഭാഗങ്ങൾ ചിലരെ വിഷമിപ്പിച്ചതായി മനസ്സിലാക്കുന്നു, ആ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. എന്നാൽ വാസ്തവം അതല്ല. ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള ചിലരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് എമ്പുരാനിൽ കത്തിവെച്ചിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിനിമയിൽ 17 കട്ടുകൾ ഉണ്ടാകുമെന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ 17 അല്ല, 24 കട്ടുകൾ, 24 വെട്ടിമുറിക്കലാണ് എമ്പുരാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. മുരളി ഗോപി കടുത്ത അതൃപ്തിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയായ മുരളി ഗോപി ഈ സിനിമയുടെ എഴുത്തിൻ്റെ എല്ലാ ഭാഗവും മുരളി ഗോപിയുടെ കൈകളിലായിരുന്നു. അതിൽ ആർക്കും കൈകടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് മുരളി ഗോപിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് മുരളി ഗോപി ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സിനിമയിൽ തിരുത്തലുകൾ വരുത്തുന്നതിൽ, വെട്ടി മാറ്റുന്നതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ് എന്ന വിവരമാണ്, നിർണായക വിവരമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റീ എഡിറ്റഡ് സെൻസർ രേഖാ വിവരം മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സുരേഷ് ഗോപിയുടെ പേര് വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇത് സുരേഷ് ഗോപി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് എല്ലാ ആശംസകളും തുടക്കത്തിൽ സുരേഷ് ഗോപി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് സിനിമ പുറത്തിറങ്ങി വിവാദമായതിനു ശേഷം, സുരേഷ് ഗോപിക്കും സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനു ശേഷമാകാം സുരേഷ് ഗോപി തന്നെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞുവത്രേ തൻ്റെ പേര് ചിത്രത്തിൽ നിന്ന് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പേര് മാറ്റിയതെന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വിവാദം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു സിനിമയെക്കുറിച്ച്. ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് എന്ന വാദമായിരുന്നു സുരേഷ് ഗോപി ഉയർത്തിവിട്ടത്. അതായത് തിയേറ്ററിൽ ആളിനെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ചില കളികളാണ് നടന്നിരിക്കുന്നതെന്നും ആരും ആവശ്യപ്പെട്ടിട്ടല്ല സിനിമയിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്. ഈ ഒരു കലിപ്പിലാണോ സുരേഷ് ഗോപിയുടെ പേര് വെട്ടിമാറ്റിയത് എന്നുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട വസ്തുത, സുരേഷ് ഗോപി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ചിത്രത്തിൽ നിന്ന് പേര് മാറ്റിയത് എന്നാണ് വിവരങ്ങൾ. ചിത്രത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടി നീക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ NIA എന്ന് പരാമർശിക്കുന്ന സീൻ നീക്കം ചെയ്തിട്ടുണ്ട്. പ്രധാന വില്ലന് കഥാപാത്രത്തിന്റെ പേര് ബജ്റംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കിയിട്ടുണ്ട്. നേരത്തെ 17 വെട്ടുകളാണ് ചിത്രത്തിൽ വരുത്തുന്നത് എന്നായിരുന്നു വാർത്ത വന്നത്. എന്നാൽ അതിൽ കൂടുതൽ രംഗങ്ങൾ മാറ്റിയതായാണ് റീ എഡിറ്റിംഗ് സെൻസർ രേഖ വ്യക്തമാക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ഒന്നും പ്രതികരിക്കാതെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള, എന്നാൽ അണിയറ പ്രവർത്തകരെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നടത്തിയത്. ഇതിൽ എന്താണ് വിവാദമെന്നും എല്ലാം കച്ചവടമാണ് എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആളെ ഇളക്കിവിട്ട് പണം ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ ദിവസവും എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതായത് കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു വെക്കുകയായിരുന്നു. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കുടുംബമാണ്. തിരക്കഥ എഴുതിയ മുരളി ഗോപിയെ പോലും കടന്നാക്രമിക്കാൻ ഈ സംഘപരിവാറുകാർ തയ്യാറാകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം നോക്കിയാണോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൃഥ്വിരാജിനും കുടുംബത്തിനും നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ, BJP നേതാവ് സുപ്രിയ മേനോനെ കുറിച്ച് പ്രതികരിച്ചത്, മല്ലിക സുകുമാരൻ ആദ്യം സ്വന്തം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നും അവർ അർബൻ നക്സലാണ് എന്നൊക്കെയുള്ള കടന്നാക്രമിക്കുന്ന പ്രതികരണമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയം ചൂട് പിടിച്ചു നിൽക്കുമ്പോൾ സുപ്രിയ മേനോൻ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് തൻ്റെ നിലപാട് സുപ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത്. എമ്പുരാന്റെ ആഗോള കളക്ഷൻ 200 കോടിയിലെത്തിയെന്ന പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അവർ പൃഥ്വിരാജിന് പിന്തുണയുമായി എത്തിയത്. പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് മല്ലിക സുകുമാരനായിരുന്നു ആദ്യം ആ കുടുംബത്തിൽ നിന്ന് പ്രതികരിച്ചത്. തുടർന്ന് മല്ലികയ്ക്കും സുപ്രിയയ്ക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി BJP-ക്കാർ അണിനിരക്കുകയായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു BJP നേതാവ് ഗോപാലകൃഷ്ണൻ അതിരുവിട്ട പരാമർശം നടത്തിയത്.
സുപ്രിയ അർബൻ നക്സലാണെന്നും ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടതെന്നുമായിരുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കം രംഗത്തെത്തുകയും ഗോപാലകൃഷ്ണന് കണക്കിന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയിലെ പല ഭാഗങ്ങളും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തതാണെന്നും മോഹൻലാലിനെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പൃഥ്വിരാജിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കെ ഈ ചിത്രത്തിലെ റീ എഡിറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ആന്റണി പെരുമ്പാവൂർ സംസാരിക്കാൻ തയ്യാറായിരുന്നു. ചിത്രത്തിലെ അണിയറ പ്രവർത്തകരിൽ ആദ്യം സംസാരിച്ച ആളും ആന്റണി പെരുമ്പാവൂരായിരുന്നു. ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഇങ്ങനെയാണ്: തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചത്. റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ല എന്നും ആന്റണി പറഞ്ഞു. മുരളി ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭയം എന്നുള്ളതല്ല, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് റീ എഡിറ്റ്. 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഈ മാറ്റം. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഞങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരുടെയും സമ്മതത്തോടെയാണ് റീ എഡിറ്റ് നടന്നത്. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, മറ്റെല്ലാവർക്കും അറിയാം. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എമ്പുരാൻ നിർമ്മിക്കണമെന്നും വരണമെന്നും. മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അറിയില്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല. സിനിമയിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. റീ എഡിറ്റിംഗ് ആരുടെയും ഭീഷണിയായിട്ട് കരുതരുത്. വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. റീ എഡിറ്റിംഗ് സമ്മർദ്ദത്തിൻ്റെ പുറത്തല്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ വീണ്ടും ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ 17 ഇടത്ത് കട്ട് എന്നുള്ളത് 24 ഇടത്തേക്ക് മാറിയതോടെയാണ് ഇത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് റീ എഡിറ്റ് നടന്നിരിക്കുന്നത് എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ വലിയ വിവാദമായതോടുകൂടി സംഘപരിവാറിനോടും BJP-കാരോടും RSS-നോടുമൊക്കെയാണ് മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയത് എന്നുള്ള തരത്തിൽ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. മോഹൻലാൽ പങ്കുവച്ച ഈ ഖേദപ്രകടനത്തിൻ്റെ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മളെപ്പോഴും പൃഥ്വിരാജിൻ്റെ കാര്യം പറയാറുള്ളത് നിലപാടുള്ള ഒരു നടനാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജിന് നേരെ ആ രീതിയിലൊരു വിമർശനം നടക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും പലരും അങ്ങനെ ഒരു ഖേദപ്രകടനം ആ പോസ്റ്റ് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് നടൻ വിജയിയെ ചേർത്ത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് മലയാളികൾ പലരും സിനിമാ പ്രേമികൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതായത് സർക്കാർ എന്ന സിനിമയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പലതും സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നു. വിജയുടെ മറ്റ് സിനിമകളുടെ ഷൂട്ട് നടക്കുന്ന ഇടങ്ങളിലേക്ക് BJP-കാർ പ്രതിഷേധവുമായി ചെന്നു. റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ അതിനെ ഒന്നും കൂസാതെ തൻ്റെ സിനിമയിൽ ഒരു ഭാഗം പോലും വെട്ടിമാറ്റാനോ അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്താൻ പോലും വിജയ് തയ്യാറായിരുന്നില്ല. അതുപോലെ ഒരു നിലപാടാണ് ഞങ്ങൾ പൃഥ്വിരാജിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് സിനിമാ പ്രേമികളും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഖേദപ്രകടനം അതൊരു മോഹൻലാലിൻ്റെ രാഷ്ട്രീയം അതായതുകൊണ്ട് ചിലപ്പോൾ ഖേദപ്രകടനം നടത്തേണ്ടി വന്നേക്കാം. പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഈ വിവാദങ്ങൾ വന്നു തുടങ്ങിയ സമയം തന്നെ പലരും BJP അനുകൂലിക്കുന്ന പലരും വന്ന് കമൻ്റ് ഇട്ട ഒരു കാര്യമുണ്ട്. ഗോകുലം ഗോപാലൻ പേടിച്ചിട്ടുണ്ട്, ചിട്ടി ഫണ്ടിലേക്ക് ED കയറുമോ എന്നുള്ള ഭയം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടയാടലുകളെക്കുറിച്ച് ഈ അനുയായികൾ തന്നെ അങ്ങ് ഫേസ്ബുക്കിൽ വന്നിരുന്ന് വിളമ്പിയിരുന്നല്ലോ. ഒരു സിനിമ നിർമ്മിക്കാൻ എന്തോരം കഷ്ടപ്പാടുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ സിനിമ തിയേറ്ററിൽ എത്തുക, അതിന് കയ്യടി കിട്ടുക, പിന്തുണ കിട്ടുക, അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് വേണമല്ലോ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ സിനിമാക്കാർക്കുമൊക്കെ അടുത്ത അവരുടെ ബിസിനസ്സിലേക്കും അല്ലെങ്കിൽ അടുത്ത സിനിമകളിലേക്കുമൊക്കെ കടക്കാൻ. അപ്പോൾ അതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് എമ്പുരാൻ ഒരു പരീക്ഷണമാണ്. നമ്മുടെ മലയാള സിനിമയിൽ വലിയൊരു ചരിത്രമായി മാറിയ ചിത്രമാണ്. ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട് ഈ ഒരു ടീമിന്.
എമ്പുരാന്റെ 3-ാം ഭാഗം വരുമെന്ന് തന്നെ ഇന്നിപ്പോൾ ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഒരു വിള്ളലും ഇല്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നത്. സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്തവർക്ക് ഇതുപോലെ പല വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ദീപിക പദുകോണിൻ്റെ ബിക്കിനിയുടെ കളർ ഒന്ന് കാവിയായതിന് പ്രതിഷേധവുമായി പോയവരാണ് ഇവരെല്ലാവരും. സിനിമയെ സിനിമയായി കാണാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരെയും കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.